മടിയുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഐറ്റാണ് കേട്ടോ. ഇതാവുമ്പോൾ ചോറിന് കറി എന്താ ഉപ്പേരി എന്താണെന്നൊന്നും തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനാണെന്നുണ്ടെങ്കിലും ഇത് മാത്രം മതി. അപ്പോൾ ആദ്യം തന്നെ കുക്കർ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ മാത്രമായാലും മതി കേട്ടോ. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രമാണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇവ മൂന്നും ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മൂത്ത് കഴിഞ്ഞാൽ ഒരു സവാള, ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു പച്ചമുളക് ഇതുപോലെ കീറിയതും പിന്നെ കുറച്ച് ഫ്രോസൺ പീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരിയുടെ ഇരട്ടി വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള കൈമ റൈസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് 1-2 വിസിൽ വരുത്തുക. അത് ഓരോ കുക്കർ അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കുക്കറിൽ 2 വിസിലാണ് വരുത്തുന്നത്. ഇനി തുറന്ന് ആവി പോയതിന് ശേഷം തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും ഈ ഒരു റൈസിന്. അപ്പോൾ ഇതാണ് കുസ്ക റൈസ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിനായി പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.